പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, 64 സങ്കീർത്തനങ്ങൾ അതിന്റെ 1 വചനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയുന്നു: ദൈവമേ, എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ, ശത്രുഭയത്തിൽ നിന്ന് എന്റെ ജീവനെ പാലിക്കണമേ. അതെ, നമ്മുടെ സങ്കടത്തിൽ നാം കഴിക്കുന്ന അപേക്ഷ കേൾക്കുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട്. സ്തോത്രം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. എല്ലായ്പ്പോഴും നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുവാൻ കഴിയുന്ന, എല്ലായ്പ്പോഴും നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലാക്കുന്ന, എല്ലായ്പ്പോഴും നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ഇവിടെ സങ്കീർത്തനക്കാരനായി ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു: ദൈവമേ, എൻ്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ. സങ്കടത്തോടെ, ആമേൻ, പലവിധമായ ജീവിത ഭാരങ്ങളോടെ, സങ്കടത്തോടെ, വേദനയോടെ ഇരിക്കുന്ന ഓരോ ഹൃദയങ്ങളോടും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുന്നു. നമ്മുടെ സങ്കടത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന വേദനകളിൽ നാം ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ നിശ്ചയമായ ദൈവം കേൾക്കും. ആമേൻ. ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയായിരിക്കും? അതേ അധ്യായം തന്നെ അതിന്റെ 9 വചനത്തിൽ സങ്കീർത്തനക്കാരനായി ദാവീദ് വിശ്വാസത്തോട് പറയുന്നു: അങ്ങനെ സകല മനുഷ്യരും ഭയപ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രസ്താവിക്കും, അവന്റെ പ്രവൃത്തിയെ അവർ ചിന്തിക്കും. സ്തോത്രം. ദൈവം അവനെ സങ്കടത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, യഥാർത്ഥമായി തന്നെ സേവിക്കുന്ന ദൈവ മക്കൾക്ക് വേണ്ടി ആ സങ്കടത്തിൽ ഉത്തരം അരുളുമ്പോൾ ആ ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച് സകല മനുഷ്യരും ചിന്തിക്കും. സകല മനുഷ്യരും ദൈവത്തെ ഭയപ്പെടും. സകലരും ആ പ്രവൃത്തിയെ കുറിച്ച് പ്രസ്താവിക്കും. സ്തോത്രം. ആമേൻ. ആമേൻ. Psalm 64 verse 1: Hear me, my God, as my voice my complaint. Protect my life from the threat of the enemy. സ്തോത്രം. ശത്രു ഭയത്തിൽ നിന്ന്, അത് രോഗമാകുന്ന ശത്രുവാകാം, മാനസിക ഭയമാകുന്ന ശത്രുവാകാം. സ്തോത്രം. ഓരോരോ ശത്രു ഭയങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. എല്ലാ ശത്രു ഭയത്തിൽ നിന്നും നമ്മെ വിടുവിച്ച നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. അതേ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സങ്കടങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചു. മോശയോട് ദൈവം സംസാരിച്ചു: ഞാൻ എൻ്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളികളെ ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രവും. ആമേൻ. യേശുവിന്റെ അടുക്കൽ ആരൊക്കെ സങ്കടത്തോടെ, ഭാരത്തോടെ, നിരാശയോടെ കടന്നു വന്നു, അവരെല്ലാവരും കർത്താവ് ആശ്വസിപ്പിച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അറിയിച്ചത് കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. ഏത് വിഷയത്തിലാണോ നാം സങ്കടത്തോടെ ആയിരിക്കുന്നത്, പുറത്താരോട് പറയുവാൻ കഴിയാതെ, അല്ലെങ്കിൽ പറഞ്ഞാലും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാതെയുള്ള ഭാരത്തോട്, വേദനയോടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളെയും കർത്താവ് ഇന്ന് പകൽക്കാലം ആശ്വസിപ്പിക്കുന്നു. സ്തോത്രവും. ആമേൻ. ഇവിടെ ആമേൻ. സ്തോത്രം. ഇവിടെ ദാവീദ് തന്റെ സങ്കടം ഏത് വിധമായിരുന്നു, തനിക്ക് വിരോധമായുള്ള ശത്രുക്കളുടെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു എന്ന് 64 സങ്കീർത്തനങ്ങൾ അതിന്റെ 2 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നു. അതായത് ദുഷ്കർമ്മികളുടെ ഗൂഢാലോചന, നീതികേട് പ്രവർത്തിക്കുന്നവരുടെ കലഹം, പിന്നെ അമേൻ. സ്തോത്രം. സ്തോത്രം. നിഷ്കളങ്കനെ ഒളിച്ചിരുന്ന് എയ്യുന്ന അമേൻ കൈപ്പായ വാക്കുകൾ. സ്തോത്രവും. അമേ ദുഷ്കാര്യത്തിൽ തങ്ങളെ തന്നെ ഉറപ്പിക്കുന്ന മനുഷ്യർ, ഒളിച്ച് കെണി വെക്കുവാൻ തമ്മിൽ പറഞ്ഞൊക്കുന്ന മനുഷ്യർ. സ്തോത്രോ. ദ്രോഹ സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നവർ, നമുക്കൊരു സൂക്ഷ്മ സൂത്രം സാധിച്ചു പോ എന്ന് പറയുന്നവർ, അവരുടെ അന്തരംഗവും ഹൃദയവും ആഘാതം തന്നെ. സ്തോത്രവും. ഹല്ലേലൂയ. നമ്മെ ആർ കാണുമെന്ന് പറഞ്ഞ് ദൈവ മക്കൾക്ക് വിരോധമായി, യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വിരോധമായി ഗൂഢാലോചനകൾ നടത്തുകയും അവൻ സംസാരിക്കുകയും തമ്മിൽ പറഞ്ഞു വെക്കുകയും സൂക്ഷ്മ സൂത്രങ്ങളെ, ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നവരെ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 7-ാം വചനത്തിൽ വായിക്കുന്നു, ദൈവം അവരെ പെട്ടെന്ന് എയ്യും, അമ്പ് കൊണ്ടവർ പെട്ടെന്ന് മുറിവേൽക്കും. സ്വന്തം നാവ് അവർക്ക് വിരോധമായിരിക്കാൻ അവർ ഇടറി വീഴുവാൻ ഇടയാകും. എന്നാൽ 9-ാം വചനത്തിൽ സകല മനുഷ്യരും ഭയപ്പെട്ട് യഹോവയുടെ പ്രവൃത്തിയെ പ്രസ്താവിക്കും. അവർ യഹോവയുടെ പ്രവർത്തികളെ ചിന്തിക്കും. നീതിമാന്മാർ എല്ലാവരും യഹോവയിൽ ആനന്ദിച്ച് അവനെ ശരണമാക്കും. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരും പുകഴും. സ്തോത്രവും. ആമേൻ. ഇന്നും നമ്മുടെ സങ്കടങ്ങളെ നാം ദൈവത്തോട് കഴിക്കുന്ന അപേക്ഷ കർത്താവ് നിശ്ചയമായി കേൾക്കും. നാം ഏത് വിധമായ സങ്കടങ്ങൾ അനുഭവിച്ചാലും ഈ സങ്കീർത്തനക്കാരനായി ദാവീദ് അഭിമുഖീകരിച്ചതുപോലെ പലവിധമായ പ്രശ്നങ്ങളെ ആത്മീക ജീവിതത്തിൽ, ശാരീരികമായി, കുടുംബത്തിൽ, ജോലി മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, സ്തോത്ര കുടുംബ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. നമ്മെ അറിയുന്ന, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ അപേക്ഷകളെ കേൾക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവൃത്തി കൊണ്ട് സകല മനുഷ്യരും ഭയപ്പെടും. സകല മനുഷ്യരും ആ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കും, ആ പ്രവൃത്തിയെ കുറിച്ച് പ്രസ്താവിക്കും. ആമേൻ. സ്തോത്രം. നീതിമാന്മാർ യഹോവയിൽ ആനന്ദിക്കത്തക്ക രീതിയിൽ ഇനിയും അനേകർ യഹോവയെ ശരണമാക്കത്തക്ക രീതിയിൽ എല്ലാവരും യഹോവയുടെ നാമത്തെ പുകഴത്തക്ക നിലയിൽ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ സങ്കടത്തിൽ നാം കഴിക്കുന്ന അപേക്ഷ കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പലവിധമായ സങ്കടങ്ങളോടെ, വേദനകളോടെ ഈ വചനം ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ്. അപ്പാ, ഇസ്രായേൽ മക്കളുടെ സങ്കടങ്ങളെ അറിഞ്ഞ കർത്താവ്, അതേ നാഥ, സ്തോത്രവും. സങ്കീർത്തനക്കാരനായി ദാവീദിന്റെ സങ്കടത്തിൽ താൻ കഴിച്ച അപേക്ഷ കേട്ട് തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ഉദ്ദേശങ്ങളും നിവർത്തിച്ച് താൻ അങ്ങ് പറഞ്ഞതുപോലെ, വാഗ്ദത്തം ചെയ്തതുപോലെ, സിംഹാസനത്തിൽ കർത്താവ് ഉറപ്പിച്ചതുപോലെ കർത്താവ് അനേക വാഗ്ദത്തങ്ങളുള്ള അപ്പാ ഓരോ ദൈവമക്കൾക്ക് വിരോധമായി സ്തോത്ര ശത്രു ഉണ്ടാക്കുന്ന ദ്രോഹസൂത്രങ്ങൾ, സൂക്ഷ്മ സൂത്രങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ഗൂഢാലോചനകളൊക്കെ എന്റെ ദൈവം തകർത്തുകൊണ്ട് വായുകളുടെ സൂത്രങ്ങൾ അബദ്ധമാക്കി അവരുടെ കൈകൾ കാര്യം സാധിപ്പിക്കാതെ വേണം ദൈവം അങ്ങയുടെ പ്രവൃത്തിയെ സങ്കടത്തോടെ, ഭാരത്തോടെ യഹോവയോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഓരോ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അങ്ങ് ആശ്വസിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മനുഷ്യരും യഹോവയെ ഭയപ്പെടത്തക്ക രീതിയിൽ, അങ്ങയുടെ പ്രവൃത്തിയെ കുറിച്ച് പ്രസ്താവിക്കത്തക്ക രീതിയിൽ, അങ്ങയുടെ പ്രവൃത്തിയെ ചിന്തിക്കത്തക്ക രീതിയിൽ വൻ കാര്യങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം. സമ്പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.